പൊന്നാനിയിൽ KS ഹംസയെ വിജയിപ്പിക്കുമെന്ന് ടീം സമസ്ത പൊന്നാനി. സമസ്തയ്ക്കെതിരായ ലീഗിന്റെ വഞ്ചനാപരമായ നീക്കങ്ങളിൽ പ്രതിഷേധിച്ചാണ് നീക്കം. സമസ്തയെ കുത്തിനോവിച്ചതിന്റെ തിക്തഫലം ലീഗ് അനുഭവിക്കണമെന്നും പൊന്നാനിയിലെ 1000-ഓളം പ്രവർത്തകർ ലീഗിനെ പരാജയപ്പെടുത്തുമെന്നും ടീം സമസ്ത പൊന്നാനിയുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നു. എന്നാൽ ടീം സമസ്ത പൊന്നാനിക്ക് സമസ്തയുമായി ഒരു ബന്ധവുമില്ലെന്ന് സമസ്ത നേതൃത്വം വ്യക്തമാക്കി. മുബഷിർ പി അക്ബർ നൽകും കൂടുതൽ വിവരങ്ങൾ. മുബഷിർ, കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണോ? ലീഗും സമസ്തയും തമ്മിലുള്ള ഭിന്നിപ്പ് സംയുക്ത പ്രസ്താവന വരുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ ടീം സമസ്ത പൊന്നാനി വരുന്നു. ഇത് സമസ്തയല്ല എന്നുള്ള ന്യായം ഒരു ഭാഗത്തുണ്ടെങ്കിലും വോട്ട് എങ്ങോട്ട് പോകാനാണ് സാധ്യത, മുബഷിർ? വോട്ട് തങ്ങളുടെ ഭാഗത്തേക്ക് വരുമെന്ന അവകാശവാദം തന്നെയാണ് ഇടത് വലത് മുന്നണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. KS ഹംസയ്ക്ക് വോട്ട് ചെയ്യുമെന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ടാണ് ടീം സമസ്ത പൊന്നാനി ഇപ്പോൾ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം പൊന്നാനിയിൽ സമാനമായ വിധത്തിൽ ടീം സമസ്ത പൊന്നാനിയുടെ നേതൃത്വത്തിൽ ഒരു ചോദ്യാവലി ഇറക്കിയിരുന്നു. മുസ്ലിം ലീഗ് നേതാക്കളെ പരിഹസിച്ചും ഹംസയെ പിന്തുണക്കുന്ന രീതിയിലുള്ള ചോദ്യാവലി ഇറക്കി. അത് വലിയ രീതിയിൽ ചർച്ചയായി. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ടീം സമസ്ത പൊന്നാനി ഇത്തരമൊരു പരസ്യമായ പ്രസ്താവനയിലൂടെ KS ഹംസയ്ക്ക് പിന്തുണയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ആ പ്രസ്താവനയിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് പൊന്നാനിയിൽ KS ഹംസയെ വിജയിപ്പിക്കുമെന്നാണ് വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നത്. സമസ്തയ്ക്കെതിരായ ലീഗിന്റെ വഞ്ചനാപരമായ നീക്കങ്ങളിൽ പ്രതിഷേധിച്ചാണ് ഇത്തരമൊരു തീരുമാനം പൊന്നാനിയിലെ സമസ്ത പ്രവർത്തകരെടുത്തിട്ടുണ്ടെന്നാണ് അവർ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നത്. വോട്ട് പ്രസ്ഥാനത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കാൻ വിനിയോഗിക്കും. സമസ്തയെ അടിച്ചമർത്തുന്നത് ഇനിയും സഹിക്കാനാകില്ല. സമസ്തയെ കുത്തിനോവിച്ചതിന്റെ തിക്തഫലം ലീഗ് അനുഭവിക്കണമെന്നും അതിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ടീം സമസ്ത പൊന്നാനി എന്ന പേരിൽ ഇറക്കിയ വാർത്താക്കുറിപ്പിലാണ് ഈ ഒരു ആഹ്വാനം. എന്നാൽ ഈ ഒരു കൂട്ടായ്മയെ സമസ്ത ഔദ്യോഗിക നേതൃത്വം തള്ളിപ്പറയുകയാണ് ചെയ്യുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുമായി ഈ ഒരു കൂട്ടായ്മയ്ക്ക് യാതൊരു ബന്ധവുമില്ലെന്നാണ് നേതൃത്വം വിശദീകരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി ഒരു മണ്ഡലങ്ങളിലും സമസ്ത അങ്ങനെ ആരെയും ചുമതലപ്പെടുത്തിയിട്ടുള്ളെന്നും സമസ്തയുടെ ഔദ്യോഗിക നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. ഈ ഒരു കൂട്ടായ്മ കഴിഞ്ഞ മാർച്ച് മുതൽ തന്നെ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നു എന്നാണ് ഇതിന്റെ ആളുകൾ അവകാശപ്പെടുന്നത്. മാർച്ച് ആദ്യവാരമാണ് ഇവർ മണ്ഡല പര്യടനം നടത്തുന്നത്. പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികൾ നേരിട്ട് സന്ദർശിച്ച് ഇവർ വോട്ട് അഭ്യർത്ഥിച്ചിരുന്നു. നേരത്തെ സമസ്തയ്ക്കെതിരായ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിന്റെ പരാമർശവും വഫിയ ബന്ധങ്ങൾ ഉൾപ്പെടെ സമസ്തയെ ആ രീതിയിൽ പ്രതിസന്ധിയിലാക്കിയെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ ഒരു വിഭാഗം പൊന്നാനിയിൽ KS ഹംസയ്ക്ക് വേണ്ടി പ്രചാരണ രംഗത്തുണ്ടായിരുന്നത്. മാർച്ച് അവസാനം കോട്ടക്കലിൽ ഓരോ പഞ്ചായത്ത് തലത്തിൽ നിന്നുള്ള പ്രതിനിധികളെ പങ്കെടുപ്പിച്ച് കൺവെൻഷൻ ഇവർ നടത്തിയിരുന്നു. പഞ്ചായത്ത് തലത്തിൽ 11 അംഗ ഇലക്ഷൻ സമിതി അതിനെ തുടർന്ന് രൂപീകരിക്കുന്നു. പിന്നീട് ബൂത്ത് തല കോർഡിനേറ്റർമാരെയും തിരഞ്ഞെടുത്തിരുന്നു. പ്രവർത്തകരെ നേരിട്ട് കണ്ട് ഫോണിലൂടെ KS ഹംസയ്ക്ക് സാഹചര്യം ഉൾപ്പെടെ ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 10 മണി വരെ ഓരോ പഞ്ചായത്തുകൾക്ക് വ്യത്യസ്ത സമയം നിശ്ചയിച്ച് അവലോകനം നടന്നു. ആ ഒരു അവലോകനത്തിന് ശേഷമാണ് ഇത്തരമൊരു വാർത്താക്കുറിപ്പ് ടീം സമസ്ത പൊന്നാനി എന്ന പേരിൽ ഇറക്കിയിരിക്കുന്നത്. മറുഭാഗത്ത് സമസ്തയ്ക്ക് ഇത്തരം പോഷക സംഘടനകളോ അല്ലെങ്കിൽ സമസ്തയുമായി ബന്ധമുള്ള ഒരു കൂട്ടായ്മ ഒന്നും തന്നെ ഇതല്ല എന്നുള്ളതാണ് ഔദ്യോഗിക നേതൃത്വം വ്യക്തമാക്കുന്നത്. കാരണം ഈ ഒരു വാർത്താക്കുറിപ്പ് ഇറങ്ങിയതിന് തൊട്ടു പിന്നാലെ മുസ്ലിം ലീഗ് അനുഭാവികൾ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് നേതൃത്വം ഈ ഒരു വിഷയത്തിൽ ഇത് KS ഹംസയുടെ KS ഹംസയ്ക്ക് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി അവർ നടത്തുന്ന നീക്കങ്ങളാണെന്ന ആരോപണം ഒരു ഭാഗത്ത് ശക്തമായി നടത്തുന്നുണ്ട്. എന്തായാലും പൊന്നാനിയെ സംബന്ധിച്ച് സമസ്ത മുസ്ലിം ലീഗ് തർക്കം വളരെ സജീവമായ വിഷയം തന്നെ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. വിശേഷിച്ചും ഇന്ന് സമസ്തയുടെ മുഷാവറാംഗങ്ങളും അതുപോലെ തന്നെ യുവജന വിഭാഗം നേതാക്കളും മലപ്പുറത്തൊരു വാർത്താ സമ്മേളനം നടത്താൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ ആ ഒരു വാർത്താ സമ്മേളനം മാറ്റിവെച്ചതായുള്ള ഒരു അറിയിപ്പ് വന്നതിന് തൊട്ടു പിന്നാലെയാണ് ടീം സമസ്ത പൊന്നാനി എന്ന പേരിൽ സമസ്തയിൽ ഭിന്നിപ്പുണ്ട് എന്ന് അടയാളപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വാർത്താക്കുറിപ്പിലൂടെ ഇത്തരമൊരു വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ വോട്ട് ചെയ്യുമെന്ന് അറിയിച്ചുകൊണ്ടുള്ള ഒരു ആഹ്വാനം പുറത്തു വന്നിരിക്കുന്നത്. ഒരു ഭാഗത്തെ KS ഹംസയുടെ പ്രചാരണമാണ് ഇതിന് പിന്നിലെന്ന ആരോപണം UDF നടത്തുന്നുണ്ട്. അതേസമയം ഇങ്ങനെ ആരെങ്കിലും വോട്ട് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി സമസ്തയിൽ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നൊരു ഒരു വിശദീകരണമാണ് വിഷയവുമായി ബന്ധപ്പെട്ട് KS ഹംസയും ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത്. സമസ്ത ഇതിനെ തള്ളിപ്പളയുന്ന ഒരു സാഹചര്യമുണ്ട്. വടക്കൻ കേരളത്തിൽ സാമുദായിക രാഷ്ട്രീയ ഈ ഒരു സംഘടനകളുടെ നിലപാട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിൽ കൂടി എത്തി നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കൂടി പുറത്തു വരുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. സുജയ. ഓക്കെ, മുബഷിർ പി അക്ബറാണ് വിവരങ്ങൾ നൽകിയത്.